മന്ത്രി വീണ ജോർജിന്റെ കഴുത്തിൽ തട്ടിയത് കുട്ടിച്ചാത്തനായിരിക്കുമെന്ന് പരിഹസിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മന്ത്രിയെ ഉടൻ അമേരിക്കയിലേക്ക് മാറ്റണമെന്നും പരിയാരത്ത് ഓപ്പറേഷൻ ചെയ്താൽ കത്രിക കുടുങ്ങുമെന്നും ഉണ്ണിത്താന്റെ പരിഹാസം. സ്പീക്കറാണ് അവരെ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞത്. സ്പീക്കറാണ് ആശുപത്രിയിലേക്ക് സംവിധാനം ചെയ്തത്. സ്പീക്കറാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞത്. ആ മുഖ്യമന്ത്രി നിമിഷ നേരം കൊണ്ട് ആശുപത്രിയിലെത്തി. അപ്പോൾ ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു നാടകമായിട്ട് വേണം കാണാൻ. നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളെ ഒളിച്ച് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പം നമുക്കറിയാമല്ലോ, ഇന്നലെ രാത്രി ഞാൻ 12 മണി വരെ കണ്ട ദൃശ്യമാധ്യമം എന്ന് പറയുന്ന റിപ്പോർട്ടഡ് ചാനലാണ്. അവരിതിൻ്റെ ഫാക്റ്റ് ഈ ചാനലുകളുടെ ഓരോ ആംഗിളുകളും നിരത്തി. അവർ പറഞ്ഞു മന്ത്രിയുടെ പരിസരത്തോട്ടും KSUക്കാർ പോയിട്ടില്ല, മന്ത്രിയുടെ ശരീരത്ത് തൊട്ടിട്ടില്ല. പിന്നെ കുട്ടിച്ചാത്തനെ കാണാൻ വന്ന് കഴുത്തിൽ വല്ലതും തട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. ചാത്തൻ സേവയുടെ ഫലമായിട്ട് ആണ് മന്ത്രിക്ക് അപകടമുണ്ടായത്. പിന്നെ മന്ത്രി ഇന്നലെ രാത്രി തന്നെ പരിയാരത്ത് മാറ്റി. ഞാൻ പറയുന്നു, അടിയന്തരമായി നമ്മുടെ മന്ത്രിയുടെ ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ കേരളത്തിനാകാത്തതുകൊണ്ട് അവരെ അടിയന്തരമായി അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം കൊണ്ടുപോകണം. കാരണം ഇപ്പോൾ കേരളത്തിൽ ആരോഗ്യരംഗത്തെക്കുറിച്ച് അവിശ്വാസമുള്ള എല്ലാ നേതാക്കന്മാരും അമേരിക്കയ്ക്ക് പോകുന്ന, മുഖ്യമന്ത്രി അടക്കം, കോടിയേരി അടക്കം. അപ്പോൾ അടിയന്തരമായി നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ഇനിഷ്യേറ്റീവ് എടുത്ത് പരിയാരത്ത് നിന്ന് അടിയന്തരമായി അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. ഇനി പരിയാരത്ത് വല്ല ശസ്ത്രക്രിയയും ചെയ്ത് കത്രികത്ത് പോയാൽ പിന്നെ അതും ജോലിയാണ്. ഇലക്ഷൻ വരികയാണ്, മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഒരു പരിയാരത്ത് പോലും ഒരു ശസ്ത്രക്രിയ നടന്നാൽ ചിലപ്പോൾ ആ ശസ്ത്രക്രിയ നടക്കുന്ന കൂട്ടത്തിൽ ഒരു കത്രിക കത്ത് പോയാൽ അതും ജോലിയാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിഷ്പക്ഷമായി നീതിപൂർവമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തി KSUക്കാർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ അവരെ വെച്ചു പൊളിപ്പിക്കുന്ന പ്രശ്നമില്ല. കാരണം അങ്ങനെ ഒരു ലിംഗസമത്വത്തിന് വാദിക്കുന്ന നാടായത്. സ്ത്രീ പുരുഷ സമത്വം വേണം. സ്ത്രീയെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കിയ നമ്മുടെ ആരുടെയും കുറ്റമല്ല. ഞങ്ങൾ ആരോഗ്യമന്ത്രിയാണ് കരിങ്കൊടി കാണിച്ചത്, അല്ലാതെ അത് സ്ത്രീയെ അല്ല കാണിച്ചത്. സ്ത്രീ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ കാണിച്ചത്. അത് പുരുഷനായിരുന്നേ പുരുഷനെ കാണിക്കും. പിന്നെ ഇന്നലെ കണ്ണൂര് ഓരോ നേതാക്കന്മാരുടെയും പിന്നെ പ്രസംഗവും ഇതൊക്കെ കണ്ടില്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഫർസീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിയെ കൊല്ലാൻ കയറി എന്ന് പറഞ്ഞ് കൊലക്കുറ്റത്തിന് ആ കേസെടുത്ത വധശ്രമം, ആ കേസ് എവിടെ പോയി? ആ കേസ് എവിടെ പോയി? മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസ് ചീറ്റിപ്പോയില്ലേ?